കാടിന്റെ ശാന്തമായ ഒരു കോണിൽ ഉയരമുള്ള ഒരു പഴയ മരത്തിൽ രണ്ടു പക്ഷികൾ ഒരുമിച്ച് താമസിച്ചിരുന്നു. അവർ വളരെ കാലം ഒരുമിച്ചായിരുന്നു. ആ ആൺപക്ഷിക്ക് വളരെ സ്നേഹമായിരുന്നു ആ പെൺപക്ഷിയോട്. ആൺപക്ഷി അവൾക്ക് വേണ്ടി ഏറ്റവും മധുരമുള്ള ധാന്യങ്ങൾ കൊണ്ടുവന്നു. ഏറ്റവും മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചു. അവൾക്ക് ഒരിക്കലും തനിച്ചാണ് എന്ന് തോന്നില്ലെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ പെൺപക്ഷി തന്റെ ഇണയെ സംശയിക്കാൻ തുടങ്ങി. കാലം കഴിയുന്തോറും ചെറിയ വാദപ്രതിവാദങ്ങൾ അവരിൽ ആരംഭിച്ചു. നീ എന്നെ പഴയതുപോലെ സ്നേഹിക്കുന്നില്ലെന്ന് ഞാൻ കരുതുന്നു എന്ന് ആ പെൺപക്ഷി ആൺപക്ഷിയോട് പറഞ്ഞു. ക്ഷീണിച്ച കണ്ണുകളോടെ ആൺപക്ഷി മറുപടി പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് എപ്പോഴും നിന്റെ അരികിൽ വരുന്നത്? ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. പക്ഷെ ഒരു തണുത്ത ശൈത്യകാലത്ത് ഉച്ചതിരിഞ്ഞൊരിടവേളയിൽ അവളുടെ ഹൃദയത്തിൽ സംശയം പൊട്ടിത്തെറിച്ചു. അവൾ അവന്റെ സ്നേഹത്തിന്റെ ആഴമളക്കാൻ തന്നെ തീരുമാനിച്ചു. അവൾ അവനോട് ഒരു ചാലഞ്ചിന് റെഡിയാണോ എന്ന് ചോദിച്ചു. അതെന്നവൻ തലയാട്ടി. നാളെ നമ്മൾ രണ്ടുപേർക്കും ഭക്ഷണം ശേഖരിക്കാൻ പോകാം. നമ്മളിൽ ആരാണ് സൂര്യാസ്തമയത്തിന് മുമ്പ് ആദ്യം ഭക്ഷണവുമായി ഈ മരച്ചുവട്ടിൽ എത്തുന്നത് അവർക്കാണ് കൂടുതൽ സ്നേഹം എന്ന് തെളിയും. അവൻ ചെറുപുഞ്ചിരിയോടെ ശരി, സമ്മതിച്ചു എന്ന് തലയാട്ടി. അങ്ങനെ വൈകുന്നേരമായപ്പോൾ അവൾ നേരത്തെ എഴുന്നേൽക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഉറങ്ങാൻ കിടന്നു. എന്നാൽ അവൻ രാത്രി മുഴുവൻ അവളെ തന്നെ ആലോചിച്ചിരുന്നു. രാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ അവൻ മലമുകളിലേക്ക് പറന്നു. ശൈത്യകാലത്തിന്റെ കൊടുമുടിയായിരുന്നു. കാറ്റ് ശക്തമായി വീശാൻ തുടങ്ങി. തണുപ്പ് വളരെ കൂടുതലായിരുന്നു. കാറ്റിന്റെ ശക്തിയിൽ അവന്റെ ചിറകുകൾ തളരാൻ തുടങ്ങി. അവന്റെ മുഖഭാവങ്ങൾ മാറാൻ തുടങ്ങി. രാത്രി മുഴുവൻ അവളെ കുറിച്ചാണ് അവൻ ചിന്തിച്ചത്. അവളെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ ഒരിക്കൽ അറിയും. അവന്റെ കണ്ണുകൾ നനഞ്ഞു. അങ്ങനെ സന്ധ്യയായി. അവൾ ഭക്ഷണം കൊക്കിലൊതുക്കി മരച്ചില്ലയിലേക്ക് പറന്നുയർന്നു. അവൾ സ്വയം മനസ്സിൽ പിറുപിറുത്തു. ഞാൻ കാത്തിരിക്കുന്നത് അവൻ കാണുകയും ഞാൻ അവനെ എത്ര ആഴത്തിൽ സ്നേഹിക്കുന്നുവെന്ന് അവൻ മനസ്സിലാക്കുകയും ചെയ്യും. അവൾ മരച്ചില്ലയിൽ ഇരുന്ന് ചുറ്റും നോക്കി. എന്നാൽ അവിടെ ആരുമില്ലായിരുന്നു. അവളുടെ ഹൃദയമിടിപ്പ് കൂടി. അവൾ ഒരു നിമിഷം തകർന്നുപോയി. ഒരുപക്ഷെ അവരെന്നെ സ്നേഹിക്കുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ എന്റെ തോന്നലെല്ലാം ശരിയായിരിക്കാം. പക്ഷെ ഞാൻ ഇപ്പോഴും ഈ നിമിഷവും നിന്നെ സ്നേഹിക്കുന്നു. അവൾ പിറുപിറുത്തു. അവൾ കാത്തിരുന്നു. നേരം ഇരുട്ടായി. മിനിറ്റുകളും മണിക്കൂറുകളും കടന്നുപോയി. അങ്ങനെ നേരം വെളുത്തു. സൂര്യപ്രകാശം നിലത്തിന് മുകളിൽ പതുക്കെ പരന്നു. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ മരത്തിന്റെ ചുവട്ടിൽ മൃദുവായ മഞ്ഞുപാളികൾക്കിടയിൽ മറിഞ്ഞിരിക്കുന്ന എന്തോ ഒന്ന് കണ്ടെത്തി. നിശബ്ദയായി അവൾ താഴേക്ക് പറന്നിറങ്ങി. അവൾ താഴെ ഇറങ്ങിയപ്പോൾ അവളുടെ ശ്വാസം നിലച്ച പോലെയായി. അത് അവനായിരുന്നു. അവന്റെ ശരീരം മരത്തിനടിയിൽ ചുരുണ്ടു കിടക്കുന്നു. തൂവലുകൾ ഉറച്ച പോലത്തെ നിലയിലായിരുന്നു. പക്ഷെ അവന്റെ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞുപോയി എന്ന സത്യം അവൾ മനസ്സിലാക്കി. മഴ പോലെ പെയ്തിറങ്ങിയ അവളുടെ കണ്ണുനീർ അവന്റെ ചിറകുകളിലേക്ക് ഇറ്റു വീണു. അവൻ മരണപ്പെട്ടു പോയിരിക്കുന്നു, ഈ ലോകത്തു നിന്നും എന്നേക്കുമായി. എന്നാൽ അവന്റെ അരികിൽ അവൾ കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചു. അവന്റെ ചിറകുകൾക്കടുത്ത് അവൾക്ക് ഇഷ്ടമുള്ള ധാന്യങ്ങൾ അവൾ കണ്ടു. അതുപോലെ അവൾക്ക് ഇഷ്ടമുള്ള ഒരു ചെറിയ ഫ്ലവറും കണ്ടെത്തി. എന്നാൽ അവന്റെ ചിറകുകൾക്ക് താങ്ങാൻ പറ്റാത്ത കൊടുങ്കാറ്റും തണുപ്പും കാരണം അവന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ആദ്യം അവനായിരുന്നു എത്തിയത്. എന്നാൽ അവന്റെ ചിറകുകൾക്ക് പറന്നുയരാൻ സാധിച്ചില്ല. അവൻ തണുപ്പിൽ മരവിച്ചു പോയി. അവളുടെ മനസ്സിൽ കുറ്റബോധമുണ്ടായി. ഒരിക്കലും നിന്റെ പ്രണയത്തെ ഞാൻ സംശയിക്കരുതായിരുന്നു. ഈ കഥയിൽ നാം ഉൾക്കൊള്ളേണ്ട മറ്റൊന്നുണ്ട്. സ്നേഹബന്ധം ഉറക്കെ പ്രകടിപ്പിക്കേണ്ടതോ നാടകീയ രംഗങ്ങളോ അല്ല. ചില സമയങ്ങളിൽ നിശബ്ദതയിലാണ് യഥാർത്ഥ പ്രണയം കാണപ്പെടുന്നതെന്ന് നാം മറന്നു പോകുന്നു. യഥാർത്ഥ സ്നേഹവും സുരക്ഷിതത്വവും അനുഭവിക്കാൻ തെളിവുകളുടെ ആവശ്യമില്ല. നമ്മുടെ ബർത്ത്ഡേ ദിവസം അല്ലെങ്കിൽ നമ്മുടെ നല്ല ദിവസത്തിൽ നമ്മുടെ സുഹൃത്ത് ഗിഫ്റ്റ് തന്നില്ലെങ്കിൽ നമ്മൾ ആ ബന്ധത്തെ സംശയിക്കാറുണ്ട്. സ്നേഹം ജയിക്കാനുള്ള മത്സരമല്ലെന്ന് തിരിച്ചറിയുക. ചില സമയങ്ങളിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെയാണ് നാം കൂടുതൽ പരീക്ഷിക്കുക. സ്നേഹം എന്നേക്കുമായി നഷ്ടപ്പെടുമ്പോഴാണ് അവരുടെ ഓർമ്മകളും അവർ നമുക്ക് നൽകിയ സ്നേഹവും എത്രമാത്രം ഉണ്ടെന്ന് നാം മനസ്സിലാക്കുക. അപ്പോഴേക്കും വൈകിപ്പോയിട്ടുണ്ടാകും. സംശയിക്കുന്നതിന് മുമ്പ് വിശ്വാസം നിലനിർത്തുക. തള്ളിക്കളയുന്നതിന് മുമ്പ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കുമ്പോഴേക്കും എന്നേക്കുമായി അവരെ നഷ്ടപ്പെട്ടിരിക്കും. സ്റ്റോറി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ മോട്ടിവേഷൻ സ്റ്റോറീസ് കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് പിന്നീട് കാണാം.